ബിബിക്കുട്ടൻസ് വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമ്മുടെ ചിന്തയും ശക്തിയും എങ്ങനെ നമുക്ക് ഉപയോഗിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേരാമെന്നാണ് നമ്മൾ മനസ്സിലാക്കാണ്ട് പോകുന്നത്. നമ്മൾ പാശ്ചാത്യ വിശ്വാസമായ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം, എങ്ങനെയാണ് ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം നടത്താനായിട്ട് എന്താണ് മാർഗമെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. 5 സ്റ്റെപ്പുകളാണ് ഈ കാര്യത്തിലുള്ളത്. ഇത് ഏതൊരു വ്യക്തിക്കും ചെയ്തു നോക്കാവുന്ന കാര്യം തന്നെയാണ്. അപകടകരമായ ഒരു കാര്യങ്ങളും ഇതിലില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ട കാര്യം എന്ത് എന്നുള്ളതിന് വ്യക്തമായ ഒരു ചിത്രം മനസ്സിൽ കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവ് പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഡിസൈനിങ് ആണ് പഠിക്കുന്നതെന്ന് കരുതുക. നിങ്ങൾക്ക് വരയ്ക്കാനുള്ള യാതൊരുവിധ കഴിവുകളും ഇല്ലെന്ന് കരുതുക. നിങ്ങൾ വരയ്ക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വര പഠിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾ വരച്ച പടങ്ങൾ ധാരാളമായിട്ട് അങ്ങനെയുള്ള എക്സിബിഷനും കാര്യങ്ങളൊക്കെ കാണുകയും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആ ഒരു കാര്യത്തിലേക്കുള്ള ഫോക്കസ് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നമ്മളിലേക്ക് എളുപ്പം എത്തുന്നത്. നിങ്ങളിപ്പോൾ കൂടുതൽ നേരം സിനിമകളോ സീരിയലുകളോ പാട്ടോ കാര്യത്തിനോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ജീവിതത്തിലെ ടൈം മാറ്റി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ മെസ്സേജ് അയക്കുന്നതിനായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ടൈം മാറ്റി വെച്ചിട്ടുള്ളത്. ഈ ടൈമാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ ഒരു ലക്ഷ്യത്തിലേക്ക്, ഇപ്പോൾ സ്കില്ലെന്ന് പറയുമ്പോൾ വര മാത്രമല്ല, ഡാൻസ് ആവാം, സ്പോർട്സ് ആവാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ പാട്ട് പാടുന്നത് തന്നെ ആവാം. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരുടെ പ്രോഗ്രാമുകളും കാര്യങ്ങളും കണ്ടും അല്ലാതെ മെസ്സേജിലും കാര്യത്തിലും തന്നെയാണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കാതെ വരും. കാരണം നമുക്ക് 24 മണിക്കൂറേ ടൈമുള്ളൂ. ഈ 24 മണിക്കൂറിൽ നമ്മൾ കുറച്ച് 8 മണിക്കൂറിൽ കൂടുതലൊന്നും നമ്മൾ കൃത്യമായി പ്രവർത്തിക്കാറില്ല. ഈ പ്രവർത്തിക്കുന്ന ടൈമിൽ മുഴുവൻ നേരം ഈ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇതിനിടയ്ക്ക് മറ്റ് ജോലി തിരക്കുകൾ വരും, അല്ലാതെ തന്നെ ഫ്രണ്ട്സ് നമ്മളെ വിളിക്കുന്നു, പുറത്തേക്ക് പോകാനുള്ളത് വരുന്നു, മെസ്സേജ് വരുന്നു, കോള് വരുന്നു. ഇതൊക്കെ കാരണം തന്നെ നമുക്ക് തീർച്ചയായും ഒരു കാര്യത്തിൽ ശ്രദ്ധ ഊന്നാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ ആഗ്രഹം അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഞാനിവിടെ ഉദാഹരണമായിട്ടാണ് പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ഡ്രോയിങ്ങോ പറഞ്ഞത് മനസ്സിലാക്കുക. വിഷയം എന്തു തന്നെയാവാം, ബിസിനസ് ആകാം, പ്രസംഗ പരിശീലനമാകാം, എന്ത് പ്രവൃത്തിയാണെങ്കിലും അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമുക്ക് ഫോക്കസ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് കഴിവാണോ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ആദ്യം നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾക്ക് ഏത് ലക്ഷ്യത്തിലേക്കാണ് പോകേണ്ടത്. അതിനുശേഷം നിങ്ങൾ മറ്റ് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ് ആദ്യം വേണ്ടത്. അല്ല എങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഓരോ മെസ്സേജുകൾക്കും നിങ്ങൾ മറുപടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ പോകും. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകളിലൊക്കെ അന്നത്തെ ദിവസം കയറാതെ കുറച്ച് അതിനൊരു ഗ്യാപ്പ്, ലിമിറ്റ് വെക്കുക. എല്ലാ കാര്യത്തിലും കൂടുതൽ നേരം ടി വി കാണുന്നതിന് ലിമിറ്റ് വെക്കുക, എല്ലാത്തിനും ലിമിറ്റ് വെക്കുക. ലിമിറ്റ് വെച്ച ശേഷം നിങ്ങൾ ഒരു ദിവസം ആത്മാർത്ഥമായിട്ട് ഇത് ഞാൻ പഠിച്ചേ അടങ്ങൂ എന്ന ഒരു തീരുമാനത്തിലൂടെ, നിങ്ങൾ ഓൺലൈനായിട്ട് ലഭിച്ച കോഴ്സുകളായിരിക്കാം, ഏത് രീതി വേണമെങ്കിലും ലഭിച്ച കാര്യങ്ങളായിരിക്കാം, അതിൻ്റെ ഒരു ശേഖരം വെച്ച് നിങ്ങൾ അതിനുള്ള പ്രാക്ടീസാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. നമ്മൾ ആദ്യം പറഞ്ഞത് ലക്ഷ്യം എന്തെന്ന് കണ്ടുപിടിക്കുക, അതിനുശേഷം ഫോക്കസ് എന്ന് മാറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. രണ്ടാമത്തെ കാര്യമാണ് പ്രാക്ടീസ്. അപ്പോൾ എത്ര നേരം പ്രാക്ടീസ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മളിൽ ഒരു കഴിവ് ഡെവലപ്പായിട്ട് വരുന്നത്. നിങ്ങളിപ്പോൾ പെയിൻറ്റിംഗ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ല ഡ്രോയിങ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ദിവസം നിങ്ങളെ കൊണ്ട് ഡ്രോയിങ് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങളതിൻ്റെ കോഴ്സ് കണ്ടതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങൾ ഒരു ദിവസം ചെയ്തു, വീണ്ടും ചെയ്യുക, വീണ്ടും 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 ചെയ്യുക. ചിലപ്പോൾ 1 മാസമോ 1 വർഷമോ വേണ്ടി വരുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം കണ്ടുവച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് മറ്റ് സോഷ്യൽ മീഡിയയിലേക്കും എൻ്റർടൈൻമെൻറ്റിലേക്കും രാത്രി സമയത്തോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ചെയ്ത ശേഷം വീണ്ടും അവയെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് നിങ്ങൾ വീണ്ടും പ്രാക്ടീസിൽ ഇറങ്ങുക.
ദിവസത്തിൽ ഒറ്റ ദിവസം കൊണ്ട് കഠിനമായി പ്രാക്ടീസ് ചെയ്യാനല്ല, ഒരു 15 മിനിറ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റ് പ്രവർത്തികളിലേക്ക് ആദ്യത്തെ ദിവസം മുഴുകാം. ഒരു വർഷത്തിൻ്റെ അവസാനം എത്തുമ്പോൾ അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന ഗതിയിലെത്തണം. ഒന്നാം ദിവസം തന്നെ കഠിനമായി പ്രാക്ടീസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ടെൻഷന്, സ്ട്രെസ്സ്, ദഹന വിഷമങ്ങൾ, പനി, ജലദോഷം തുടങ്ങിയവയെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ബോഡിക്ക് അതിനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് ക്ഷമ ആവശ്യമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ക്ഷമ. ഏതൊരു കാര്യത്തിനും ആളുകൾ നമ്മൾ വഴക്ക് പറയുമ്പോൾ ക്ഷമിക്കുന്ന ക്ഷമയല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ഷമ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കാനുള്ള ക്ഷമ. ലക്ഷ്യം നടക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഈ ക്ഷമ ഇല്ല എങ്കിൽ നമുക്കൊരു പ്രവൃത്തിയിൽ വിജയിക്കാൻ പറ്റുകയില്ല. ക്ഷമ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ ആളുകൾ ഉപദേശിക്കുന്ന പോലെ ആരെങ്കിലും ഒച്ചവച്ചാൽ ക്ഷമിക്കുന്നതോ കുറ്റം ആരെങ്കിലും ചെയ്താൽ ക്ഷമിക്കുന്നതോ ക്ഷമയോട് ഈ ഒരു ക്ഷമയ്ക്ക് ബന്ധമില്ല. ഇതെന്ന് പറയുന്നത് നമുക്ക് അരമണിക്കൂർ വൈകിയാലും സാരമില്ല, അത് പിന്നെ ചെയ്യാമെന്നുള്ള ആ ക്ഷമ. അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചാലും സാരമില്ല, ഞാൻ തോറ്റുപോയാലും സാരമില്ല, പരാജയപ്പെട്ടാലും സാരമില്ല എന്ന ക്ഷമ നമ്മളീ വളർത്തിയെടുക്കണം. ഇത് മാത്രമേ ഉള്ളൂ ജീവിതമെന്ന് കരുതാതെ അതിലൊരു ഗ്യാപ്പ്, അതില്ലെങ്കിലും സാരമില്ല, ഞാൻ ശ്രമിക്കുന്നു എന്ന ഭ്രമത്തിലുള്ള ക്ഷമയാണ് ആവശ്യം. അപ്പം നിങ്ങൾ ക്ഷമയോടുകൂടി പ്രാക്ടീസ് ചെയ്യുക. ക്ഷമയോടുകൂടി പ്രാക്ടീസ്, ആ ഒരു വിജയത്തിലെത്തുന്നവരെ ക്ഷമയോടുകൂടി, അതായത് ശ്രദ്ധ മാറ്റുന്ന എല്ലാ കാര്യത്തിൽ നിന്നും വിട്ടുനിന്ന് കൃത്യമായ ഇടവേളകളിൽ പ്രാക്ടീസ് ചെയ്ത് കൃത്യമായ സമയത്ത് ഉറങ്ങി കൃത്യമായ സമയത്ത് കുളിച്ച് ഭക്ഷണം കഴിച്ച് അതിനൊന്നും തടസ്സമുണ്ടാവരുത്. പ്രാക്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനോ ഉറങ്ങുന്നതിനോ തടസ്സം വരുത്തി കഴിഞ്ഞാൽ ബോഡിയുടെ നില ഗുരുതരമാവും. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഒഴിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, ഉറക്കം ഒഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, ജോലി സമയത്ത് കൃത്യമായി ജോലി ചെയ്യുക, ജോലി ഉപേക്ഷിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഇതിനിടയിലുള്ള ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുകിൽ കൂടുതൽ ഫ്രണ്ട്സിനോടൊപ്പം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ലിമിറ്റേഷൻ വെക്കുക. കാരണം നമ്മുടെ ഈ ലൈഫിൽ ഗോളിലേക്ക് ചെല്ലണം, അല്ലെ ലക്ഷ്യത്തിലേക്ക് ചെല്ലണമെങ്കിൽ കുറച്ച് ത്യാഗങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ആരോടും വഴക്കടിച്ച് ഒഴിവാക്കാനോ ഇനി എന്നെ വേറെ വിളിച്ചു പോരുന്നവർ വഴക്ക് പിടിക്കാനോ അല്ല. എനിക്കിപ്പം ടൈമില്ല, ചിലപ്പം ബിസി ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലാനിലേക്ക് വരിക. നാലാമത്തെ സ്റ്റെപ്പ്, 5 സ്റ്റെപ്പേ ഉള്ളൂ. നാലാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഏകദേശം കാര്യങ്ങൾ ഒക്കെ ആയി എന്ന് കഴിയുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വീണ്ടും ആക്റ്റീവാവുക. ആക്റ്റീവായി കഴിയുമ്പോൾ നിങ്ങളുടെ ഡ്രോയിങ്ങും കാര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴിയും മറ്റ് മാധ്യമങ്ങൾ വഴിയും കൂട്ടുകാർ മുഖേനയും ഫ്രണ്ട്സ് മുഖേനയും നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഫാമിലി മെമ്പേഴ്സിനെയും കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട നാലാമത്തെ സ്റ്റെപ്പിലെ ഏറ്റവും വലിയ കാര്യമാണ് നെഗറ്റീവ് കമൻറ്റ്. അതായത് നിങ്ങൾ ചെയ്ത വരയിലോ ഡ്രോയിങ്ങിലോ നിങ്ങളുടെ ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ നിങ്ങളുടെ കഴിവ് ഏതാണേലും അതിൽ നാലാമത്തെ സ്റ്റെപ്പിൽ ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയിരിക്കും. നിങ്ങൾ പ്രാക്ടീസിൽ ഓക്കെ ആയി, നിങ്ങൾക്ക് ഏകദേശം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുണ്ട് എന്ന് നിങ്ങൾ കാണിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, പേരൻസ് ആയിരിക്കാം, ആര് വേണമെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങളെ ചിലപ്പോൾ കുറ്റപ്പെടുത്താൻ പോകുന്നത്. ഈ കുറ്റപ്പെടുത്തൽ സഹായിക്കാൻ നിങ്ങളുടെ മനസ്സിന് ക്ഷമയുണ്ടാകണം. അത് മൈൻഡ് ചെയ്യാൻ പാടില്ല. അത് മൈൻഡ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി മുഴുകുക. ആ ആളുകൾ തന്നെ അവസാനം നിങ്ങളെ സമ്മതിച്ച് തരും. അതിനായി വഴക്ക് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വീണ്ടും ഈ പ്രവൃത്തിയിൽ മുഴുകുക. നിങ്ങൾ ആരെ കാണിച്ചാലും പിന്നെ നെഗറ്റീവുകളുടെ ഒരു മഴ തന്നെയായിരിക്കും വരുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും നിർത്തിയേച്ച് പോകാമെന്ന്. പക്ഷേ അങ്ങനെ നിർത്തരുത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ നിർത്താതെ ഈ കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്ന് നിങ്ങൾ പ്രാക്ടീസ്, നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും എല്ലാം ഈ കാര്യങ്ങൾ വീണ്ടും വായിക്കുക. ഒരുപാട് നെഗറ്റീവുകൾ വരും. നെഗറ്റീവുകൾ മൈൻഡ് ചെയ്യാതെ വീണ്ടും അതേ പ്രവർത്തി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നെഗറ്റീവുകൾ കുറഞ്ഞ് നിങ്ങൾക്ക് ആളുകൾ നിങ്ങളെ അന്വേഷിക്കാൻ തുടങ്ങും. എനിക്കിതുപോലൊരു ചിത്രം വരച്ചു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഇന്നപോലൊരു കാര്യം ചെയ്തു തരാൻ പറ്റുമോ എന്ന് തുടങ്ങിയ അഭ്യർത്ഥനകൾ വരുമ്പോൾ 5ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓക്കെ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം വർക്കാണ്, നിങ്ങൾക്ക് കൂടുതൽ ലൈക്കുകൾ കിട്ടി തുടങ്ങി, കമൻറ്റുകൾ കിട്ടി തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ആളുകൾ കൊള്ളാമല്ലോ, നന്നായിരിക്കുന്നു എന്ന് നിങ്ങളുടെ പെർഫോമൻസ് ഏത് തന്നെയാണെങ്കിലും പറയുകയാണെങ്കിൽ 5ാമത്തെ സ്റ്റെപ്പിലേക്കാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് പണം ഈടാക്കണം. അതാണ് 5ാമത്തെ സ്റ്റെപ്പ്. അതാണ് നമുക്ക് പറയാനുള്ള 5ാമത്തെ സ്റ്റെപ്പ്. ഒന്നും ഫ്രീ ആകരുത്. അതായത് 5ാമത്തെ സ്റ്റെപ്പ് ആകുമ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പർ അവിടെ കൊടുക്കുക. എന്നിട്ട് പറയുക ബിസിനസ് എൻക്വയറിക്ക് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, അല്ലാത്ത കോളുകൾ സ്വീകരിക്കുന്നതല്ലെന്ന് അവിടെ തന്നെ എഴുതി വെച്ച ശേഷം നിങ്ങളുടെ ഒരു കാര്യം ഡ്രോയിങ് ചെയ്യുന്നതിന് എത്രയാണ് റേറ്റ് എന്നുള്ളത് അവിടെ കൊടുക്കുക. അത് അംഗീകരിക്കുന്ന ആളുകൾ മാത്രം നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി, വിളിച്ചാൽ മതി. ആ ഒരു ഇത് വെക്കുക. കൂടി സ്നേഹബന്ധത്തിൻ്റെ പുറത്തോ കുറച്ച് കൂടുതൽ ഷെയർ തന്നെന്നോ ലൈക്ക് തന്നെന്നോ ഉള്ള പ്രകാരം നിങ്ങൾ ഫ്രീ ആയി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഒരു ഫ്രീ നിൽക്കിയാൽ 100 ഫ്രീകൾ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രീ ആയി ചെയ്യാതെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രീ സർവീസ് അവിടെ വേണ്ട, അതാണ് ചിന്തിക്കേണ്ടത്. ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ക്ലിയർ ആയിട്ട് നിങ്ങളൊരു അതിർവരമ്പ് വെക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നിങ്ങളുടെ ടൈമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ ടൈം ഉപയോഗിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തം ചിലവിലാണെങ്കിൽ, ഇപ്പോൾ പേരൻസിന് വേണ്ടി ഒരു കാര്യം വരച്ചു കൊടുക്കുന്നോ, സിസ്റ്റേഴ്സിനോ ബ്രദറിനോ വേണ്ടി വരച്ചു കൊടുക്കുന്നതൊന്നും പ്രശ്നമില്ല. പക്ഷേ അമിതമായി ഫ്രീ ആയിട്ട് ചെയ്യാതിരിക്കുക. ഇല്ലെങ്കിൽ അവരുടെ പരിചയക്കാർക്കും ഫ്രീ ആയി നിങ്ങൾക്ക് ചിലപ്പോൾ വരച്ചു കൊടുക്കേണ്ട അവസ്ഥ വരും. പ്രകൃതിക്ക് പല നിയമമുണ്ട്. അല്പമൊക്കെ കഠിനമായി കാര്യങ്ങൾ ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല. പിന്നെ എവിടെയെങ്കിലും ഒരു ഫ്രീ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രീകളുടെ പൊട്ടിപ്പുറപ്പെടലായിരിക്കും മൊത്തത്തോട് വരിക. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് കൃത്യമായ എമൗണ്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമുണ്ട്. അതാണ് 5ാമത്തെ സ്റ്റെപ്പ്. ഈ ഒരു കാര്യത്തിലൂടെ തന്നെയാണ് നിങ്ങൾ വിജയിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 5 സ്റ്റെപ്പുകൾ, ഞാനീ പറഞ്ഞ 5 സ്റ്റെപ്പുകളിൽ ഡ്രോയിങ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, എന്തെങ്കിലും വാങ്ങുന്നതായിക്കോട്ടെ, നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബിസിനസ്സിൻ്റെ പ്ലാൻ ആയിക്കോട്ടെ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഡ്രോയിങ് അവിടെ ഒഴിച്ചിട്ട് ഈ പറയുന്ന 5 സ്റ്റെപ്പുകൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ബുദ്ധിപരമായി നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ പ്രവർത്തികളിൽ പൂർണ്ണമായും ചെയ്യുകയാണെങ്കിൽ വിജയിക്കും. അതോടൊപ്പം തന്നെ മനസ്സിൽ പറയേണ്ട കാര്യം, ഞാനിതിൽ വിജയിച്ചിരിക്കുമെന്നുള്ള ഒരു അഫർമേഷനാണ്, അത് സ്റ്റേറ്റ്മെൻറ്റാണ്. അതിലൂടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഇതിലേക്ക് വരുന്നത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.